നമുക്ക് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് സാക്രിഫിഷ്യലായിട്ടുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സാക്രിഫൈസ് ചെയ്യുന്നതിന് ശക്തമായിട്ടുള്ളൊരു വാക്ക് അത് എപ്രകാരം നമുക്ക് അത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ദൈവവചനം അതിനെ എങ്ങനെയാണ് അത് ടേക്കപ്പ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവ് കാണുന്നത് ഒരു സാക്രിഫൈസ്, അല്ലെങ്കിൽ ഒരു ത്യാഗം മനോഭാവത്തിലൂടെ ജീവിക്കുക എന്നുള്ളതാണ്. വളരെ ഷോർട്ടായിട്ടുള്ളൊരു മെസ്സേജാണിത്, പക്ഷെ വളരെ കണ്ടൻ്റുള്ള ഒരു മെസ്സേജാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് ഈ കർത്താവിനോട് ചേർന്നുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. അത് പറഞ്ഞ് പ്രകടിപ്പിക്കുവാനോ പ്രസംഗിക്കാനോ ഒക്കെ കുറച്ച് പ്രയാസമുള്ള ഒരു സബ്ജക്റ്റാണ്. ദൈവസ്നേഹത്തെക്കുറിച്ച് വചാലമായിട്ട് നമുക്ക് പ്രസംഗിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്നിരിക്കും, പക്ഷേ ആക്ച്വലി പ്രാക്ടിക്കലി അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് അത് നിവർത്തിക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. അതുപോലെ തന്നെയാണ് ഈ സ്നേഹത്തിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു പദമാണ് സാക്രിഫൈസ്, അല്ലെങ്കിൽ ത്യാഗോജ്വലമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 9-ാമത് അധ്യായത്തിൽ അതിൻ്റെ 23-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി പഠിക്കുന്നൊരു വാക്യം കൂടിയാണത്. പറയുന്നത്, പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. ഈ വാക്യം അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാവോ? ഈ വാക്യം കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ? എല്ലാവരും അത് കൈവെക്കിയിട്ടില്ല. വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. ഈ വചനത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ധ്യാനിക്കുവാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രീച്ചിങ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റത്തില്ല. ഒരു ഡിവോഷണൽ, അല്ലെങ്കിൽ ഒരു ധ്യാനാത്മകമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഇതിൻ്റെ ആഴത്തിലുള്ള ഭാഗങ്ങൾ സ്ട്രെസ് ചെയ്യും, എംഫസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലയിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അതിനെ പതിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. നമ്മളെ തന്നെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? വളരെ സ്ട്രെസ്ഫുൾ ആയിരിക്കും നമ്മുടെ ജീവിതം. വളരെ പ്രഷർ നിറഞ്ഞതായിരിക്കും. തീർച്ചയല്ലേ? വളരെയധികം ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത പല ഇഷ്യൂസിലൂടെ നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എപ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ. ഇതാണ് നമ്മൾ കാണുന്നതായിട്ടുള്ളൊരു കാര്യം. ഇതിനെ ബേസ് ചെയ്യണം നമ്മൾ. ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റും, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോയി ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനപ്രകാരം നമ്മൾ ചിന്തിച്ചാൽ നമ്മളിൽ വ്യാപരിക്കേണ്ടുന്ന ദൈവിക സമാധാനത്തെ നമ്മൾ കെടുത്തിക്കളയുന്നതിന് തുല്യമാണ്. ഇതെനിക്കറിയാം. ഞാൻ പ്രേമനെ ഇപ്പം മുമ്പ് കാണുമ്പോൾ, പ്രേമ തൻ്റെ പിതാവിൻ്റെ മരണത്തിന് ശേഷം ഒരു ദിവസം ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ടത്, നമ്മുടെ ഇതിൽ കിടപ്പുണ്ടെന്നായിരിക്കും. ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ തന്നെ നിയന്ത്രിച്ച്, നമ്മളിൽ തന്നെ സമാധാനം കൊണ്ടുവന്ന്, നമ്മളിൽ തന്നെ കാര്യങ്ങളെയൊക്കെ നിവർത്തിച്ചെടുക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് ദൈവിക സമാധാനത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് തുല്യമാണ്. ദൈവം അത് ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ട്രൂത്ത് എന്ന് പറയുന്നത്. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ തന്നെ നമ്മൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് നമ്മളെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിർത്തുവാനായിട്ടല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതൊരു വലിയ സത്യമാണ്. അപ്പം നമ്മൾ ജീവിക്കേണ്ടുന്നത്
നമ്മൾ സസ്റ്റെയിൻ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് ദൈവത്തിലുള്ള ആശ്രയത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എനിക്ക് തോന്നുന്നു 112 സങ്കീർത്തനം നമ്മൾ വായിച്ചാൽ അതിൻ്റെ ആദ്യം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യഹോവയിൽ ആശ്രയിച്ചല്ലേ, അങ്ങനെ ഒരു വാക്യമാണ് അവിടെ കാണുന്നത്. എടുക്കണമെന്നില്ല. അപ്പം നമ്മൾക്ക് തന്നെ നമ്മുടെ സന്തോഷത്തെ ഡെവലപ്പ് ചെയ്യുവാൻ തക്കവണ്ണമുള്ള റിസോഴ്സുകളെ അല്ലെങ്കിൽ സോഴ്സുകളെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെ നമ്മൾ നിർണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊരിക്കലും കഴിയില്ല. ഇതൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഫാസ്റ്റിംഗ് പ്രയറിൽ പാസ്റ്റർ മാത്യു ഒരു കാര്യം സംസാരിച്ചിരുന്നു. ദൈവവചനത്തിൽ അല്ലെങ്കിൽ ബൈബിളിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോമിസുകളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്, അത് കണ്ടീഷനിലാണ്. അതോടൊപ്പം തന്നെ ചില ട്രൂത്തുകളുണ്ട്, അത് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇത് നമുക്ക് മാറി ഒഴിഞ്ഞു പോകാനൊന്നും നമുക്ക് പറ്റത്തില്ല. വാഗ്ദാനങ്ങൾ നമുക്ക് മാറി ഒഴിഞ്ഞു പോകാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണമെങ്കിൽ കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് അതിൻ്റെ കണ്ടീഷൻസിനെ ഫോളോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. വാഗ്ദാനങ്ങൾ അവിടെ കിടപ്പുണ്ട്. പക്ഷെ ട്രൂത്ത് അങ്ങനെയല്ല, അല്ലേ? അതല്ലേ മാത്യു ബദർ ഉദ്ദേശിച്ചു. സത്യമെന്ന് പറയുന്നത് ചില കാര്യങ്ങൾ സത്യമാണ്. ആ സത്യത്തെ നിങ്ങൾ അതിനെ മറുതലിച്ചുകൊണ്ട് നിങ്ങൾക്ക് വഴി മാറി പോകാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ അതിൽ തന്നെയുള്ള സന്തോഷം കണ്ടെത്തുവാൻ, അതിൻ്റെ പർപ്പസ്, അതിൻ്റെ ഉദ്ദേശ്യം നിവർത്തിക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണം പ്രിയമുള്ളവർ. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ആപ്തവാക്യമായിട്ട് മാറണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആപ്തവാക്യമായിട്ട് നമുക്കത് മാറ്റാൻ കഴിയണം. അതുകൊണ്ട് ദൈവവചനം പറയുന്നതാണ്, നിങ്ങൾക്കൊരു ലാസ്റ്റിംഗ് പീസ്, നിങ്ങൾക്കൊരു സമാധാനത്തെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സറണ്ടർ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു കീഴടങ്ങൽ ആവശ്യമാണ്. ഇതിനാണ് ശരിക്കും പറഞ്ഞാൽ സാക്രിഫൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സാക്രിഫൈസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ തല വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കളയുന്നതിനെ കുറിച്ചാണ് പെട്ടെന്ന് ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ചല്ല ദൈവവചനം പറയുന്നത്. ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം, പിന്നീടുള്ള കാര്യം. പക്ഷെ സാക്രിഫൈസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനത്തിനായിട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസിന്, ഉദ്ദേശത്തിനായിട്ട്, അതിൻ്റെ നിവർത്തീകരണത്തിനായിട്ട് നമ്മളായിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ച് നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടും നമ്മൾ വളരെ പ്രഷറിലും നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ശൈലി എന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയ പ്രിയമുള്ളവരെ. പലപ്പോഴും സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവരുടെ ജീവിതത്തിൽ അവർ യാഥാർത്ഥ്യ മുഖത്തെ കാണുമ്പോൾ അവർ ദൈവത്തോട് റിബല്യസ് ആയിട്ട് തീരുന്ന അനുഭവം ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇതാണ്. ആലോചിച്ച് നോക്കിയേ, ഞാൻ ഒരു നല്ല പഠിപ്പൊക്കെ ഉണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ദൈവവിളി ഉണ്ടായി എന്ന് ഞാനങ്ങ് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഞാൻ ഈ ജോലിയും എൻ്റെ കാര്യങ്ങളും എല്ലാം കളഞ്ഞിട്ട് ഞാൻ ദൈവവേലയ്ക്ക് പോകുന്നു. തെറ്റൊന്നുമില്ല, ഒരു തെറ്റുമില്ല. അത് തീർച്ചയായിട്ടും ദൈവം വിളിച്ചതാണെങ്കിൽ അത് ഇറങ്ങിത്തിരിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇറങ്ങിത്തിരിക്കുമ്പോൾ വെൻ യു ഫേസ് ദ റിയാലിറ്റി, നിങ്ങൾ വാസ്തവത്തെ മുന്നിൽ കാണുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാതെ, നമ്മുടെ കയ്യിൽ പണമില്ലാതെ, നമ്മൾക്ക് നല്ലോണം ഒരു ബിരിയാണി കഴിക്കാൻ പറ്റാതെ, മറ്റുള്ളവർ ബിരിയാണി കോഴിയുടെ എല്ലൊക്കെ ഇങ്ങനെ വലിച്ചു കീറുമ്പോൾ, നമ്മളത് കാണുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവാൻ പറ്റുമോ? ആലോചിച്ച് നോക്കി. ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്, വെരി വെരി ഇൻഡിഫറൻ്റ് ആണത്. അത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഇറങ്ങിത്തിരിച്ചത് അതിനാണ്. സഫറിങ് ഉണ്ട്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾ കമ്പനിയിൽ, നമ്മുടെ അനിലിനൊക്കെ അറിയാം ഈ കമ്പനി ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പം ഇവിടെ ഇരിക്കുന്നതിൽ എനിക്കറിയാം, അല്ലെങ്കിൽ അനിലിനറിയാം, പിന്നെ നമ്മുടെ റീച്ചൽ ആൻറ്റിക്ക് അറിയാം, റിട്ടയർഡ്. അപ്പോൾ ഈ കമ്പനി ലൈഫിൽ നമ്മളിപ്പം ഒരു ലെവലിൽ, ഹൈ ലെവലിലൊക്കെ നമ്മൾ നിൽക്കുകയൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പം ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് വരുമ്പോൾ പല കാര്യങ്ങൾ, പല ആവശ്യങ്ങൾ, സാറേ അതുണ്ട് ഇതുണ്ട്, ജീവിതത്തിൽ ഇങ്ങനെ പോകുന്നു, അങ്ങനെ പോകുന്നു, റൈസിന് വില കൂടുന്നു സാറ് കാണുന്നില്ലേ, പച്ചക്കറിക്ക് വില കൂടുന്നു സാറ് കാണുന്നില്ലേ, പൈസ ഇങ്ങനെയൊക്കെ മതിയോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും.
അപ്പോൾ നമ്മളെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ മക്കളെ, നിങ്ങൾ ഇപ്പം കമ്പനിക്ക് തരാൻ പറ്റുന്ന ഒരു അഫോർഡബിലിറ്റി ഉണ്ട്, അതിനനുസരിച്ചല്ലേ കമ്പനിക്ക് തരാൻ പറ്റത്തുള്ളൂ. കമ്പനിക്ക് വാരിക്കോരി തന്നു കഴിഞ്ഞാൽ പിന്നെ നാളെ കമ്പനി ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതം തന്നെ താറുമാറായില്ലേ, ഞങ്ങളുടെ ജീവിതവും താറുമാറായില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർ ഒരു സാറിന് അങ്ങനെയൊക്കെ പറയും, കസേരയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഞെളിഞ്ഞിരുന്ന് കാറൊക്കെ ഓടിച്ച് ഇങ്ങനെ വന്നാൽ മതി. അപ്പോൾ ഞാൻ പറയും, അതെ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ കശുമാത്തയിൽ എറിഞ്ഞുകൊണ്ട് നടക്കാതെ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ലെവലിലെത്താൻ പാടില്ലായിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ച് ചെയ്യുമ്പോൾ പിന്നെ അധികം മിണ്ടത്തില്ല. മനസ്സിലായോ? നമ്മുടെ ചില ടെക്നിക്സ് അതൊക്കെ. അപ്പം നമ്മളൊരു കാര്യം എടുക്കണം, നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായ തീരുമാനങ്ങളാണ്, നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ ലൈഫിൽ എടുത്ത തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനങ്ങളാണെങ്കിൽ ഒരിക്കലും ഒരു നാളും അത് തെറ്റല്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ സമാധാനത്തിന് വിക്ഷോഭം വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ സമാധാനത്തിന് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ മുഴുവൻ നമ്മൾ ഏറ്റെടുക്കണം. ദൈവത്തെ കുറ്റം പറയരുത് ഒരിക്കലും. ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മൾക്ക് മുന്നോട്ട് പോകണമെന്ന് ഇനിയും ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗം കർത്താവ് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ: ഫോർ എ ലാസ്റ്റിംഗ് പീസ്, സമാധാനപരമായിട്ടുള്ളൊരു ജീവിതത്തിന് പൂർണ്ണമായ ഒരു സറണ്ടർ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുക. യേശുക്രിസ്തു അവൻ്റെ മോഡലിലൂടെ, അവൻ്റെ ജീവിതത്തിൻ്റെ മോഡലിലൂടെ നമുക്ക് കാണിച്ചു തന്നത്, അവൻ്റെ പെർഫെക്റ്റ് മോഡലാണ് കർത്താവ് കാണിച്ചു തന്നത്. ദൈവം കർത്താവിനെ അയച്ചു. യേശു കർത്താവ് കടന്നു വന്നപ്പോൾ ഒരു പെർഫെക്റ്റ് വില്ലുണ്ടായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരു പെർഫെക്റ്റ് വില്ല്, ഒരു പെർഫെക്റ്റ്, എന്താണ് പെർഫെക്റ്റ് എന്ന് പറയുക ഉദ്ദേശിച്ചത്? അതിൻ്റെ മലയാളം എന്ന് പറഞ്ഞ അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു ഹിതം ദൈവത്തിൻ്റേത് നിവർത്തിക്കുവാനായിട്ടാണ് പുത്രനായിട്ടുള്ള യേശുവിനെ അയച്ചത്. തീർച്ചയായിട്ടും അവൻ ലോകത്തിലേക്ക് കടന്നു വന്നു. അവൻ്റെ പിതാവിൻ്റെ ആ ഹിതം നിവർത്തിക്കുവാൻ തക്കവണ്ണം അവന് കഴിഞ്ഞു. അവന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ചെറിയ ഒരു പ്രശ്നം ബൈബിളിൽ നമുക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലേ? പൂർണ്ണമായി 100% മനുഷ്യനാണ് യേശു, 100% ദൈവവുമാണ് യേശു. അതുകൊണ്ട് ഈ പൂർണ്ണമായിട്ടുള്ള മനുഷ്യനായിട്ടുള്ള യേശു ക്രൂശ് മരണത്തെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഈ പാനപാത്രം എൻ്റെ പക്കൽ നിന്ന് നീക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഒരു നിമിഷം, ഞാൻ പറയാണ്, ഒരു സെക്കൻഡ്, മേ ബി ഒരു 30 സെക്കൻഡ്സ് പെട്ടെന്ന് കർത്താവ് തിരിഞ്ഞു. കർത്താവേ അതല്ല, പിതാവേ അതല്ല, നിന്റെ ഹിതം തന്നെ നിറവേറണം. ഇതൊരു ദൃഷ്ടാന്തത്തിനായിട്ട് നമുക്ക് തന്നിരിക്കും. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകാം, പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അവൻ തീരുമാനമെടുത്തു. അവൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസിൽ അവൻ തീരുമാനമെടുത്തു. എന്താണ് ആ തീരുമാനം? നിന്റെ ഹിതം തന്നെയാണ് നടക്കേണ്ടത് കർത്താവേ എന്നൊരു തീരുമാനം അവൻ എടുത്തു. നമ്മുടെ ജീവിതത്തിലും ഈ തീരുമാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫിൽ സ്ട്രഗിൾ ഉണ്ടാകും, ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് ചോദിക്കാം, കർത്താവ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു പിതാവേ? പക്ഷെ തിരിഞ്ഞു വരണം. എവിടെയാണ് നമ്മുടെ മോഡൽ കിടക്കുന്നത്? നമ്മുടെ പെർഫെക്റ്റ് മോഡൽ കിടക്കുന്നത് ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ നമുക്ക് കാണാം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നമുക്ക് കാണാം. ഈ യേശുവാണ് നമ്മുടെ പെർഫെക്റ്റ് മോഡൽ. മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അതാണ് നമ്മളിപ്പോൾ വായിച്ച ലൂക്കോസ് സുവിശേഷം 23 മുതൽ 9:23 മുതൽ 25 വരെ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം. വളരെ ബുദ്ധിമുട്ട് പിടിച്ചതായിട്ടുള്ള, സ്ട്രഗിൾ ഉള്ളതായിട്ടുള്ള ഒരു ലൈഫിലേക്ക് ദൈവം അയച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കണം, ഈ ലോകം നിങ്ങളെ പകയ്ക്കും. കർത്താവ് പറഞ്ഞില്ലേ അത്? ഈ ലോകം നിങ്ങളെ പകയ്ക്കും. അപ്പൊ ആശ്ചര്യകരമായിട്ട് നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ലോകത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ നമ്മളെ വിളിച്ചിട്ട് പറയാണ്, നീ എന്താ പാസ്റ്ററാണോ, നീ എന്താ അച്ഛനാവാൻ പോവാണോ, നീ എന്താ കന്യാസ്ത്രീയാണോ എന്നൊക്കെ ചോദിച്ചേക്കാം. നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും പലപ്പോൾ അവർക്ക്
ഒട്ടും ഇഷ്ടമുള്ള തീരുമാനങ്ങളല്ലാത്തത് കൊണ്ട് അവർ നമ്മളെ ധിക്കരിച്ചേക്കാം, പരിഹസിച്ചേക്കാം. ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്, രണ്ട് പത്രോസിലാണെന്ന് തോന്നുന്നു, എൻ്റെ 4-ാമത്തെ അധ്യായമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബൈബിളിൽ ഞാനിങ്ങനെ, എനിക്ക് ഓർമ്മയുണ്ട്, ആ വാക്യങ്ങളൊന്നും ഓർമ്മയില്ല. പക്ഷെ ആ റൈറ്റ് സൈഡിൽ ഒരു സെക്കൻഡ് പാരഗ്രാഫിലെ ആദ്യത്തെ സെൻറ്റൻസ്, ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ കടന്നു വരും. എക്സാക്ട്ലി വേർഡൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആശ്ചര്യകരമായി തോന്നരുത് ഈ കഷ്ടത കടന്നു വരുമ്പോൾ. എന്തുകൊണ്ടാണ് ആശ്ചര്യകരമായി തോന്നരുതെന്ന് പറയാൻ കാര്യം? റീസൺ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിലേക്ക് തന്നെയാണ് നിങ്ങളെ ഞാൻ അയക്കുന്നത്. ലോകം നിങ്ങളെ പകയ്ക്കും, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്നിൽ നിന്ന് പ്രാപിച്ച ദൈവസ്നേഹത്തെ ലോകത്തിലേക്ക് നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ കഴിഞ്ഞു, നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയില്ല. സാക്രിഫൈസ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളെ ഞാൻ നിങ്ങളെ ഓർമ്മിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. ഇത്തരം സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, വി നീഡ് ടു റിന്യൂ അവർ മൈൻഡ് ടു ദ പെർഫെക്റ്റ് ലവ് ഓഫ് ജീസസ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ ഈ വാക്യം ഞാൻ രക്ഷിക്കപ്പെട്ട സമയങ്ങളിൽ, 12-ാമത്തെ അധ്യായത്തിലാണ് ഈ വാക്യം കിടക്കുന്നത്. രക്ഷിക്കപ്പെട്ട സമയങ്ങളിൽ എന്നെ ഒരുപാട് കൺഫ്യൂസ് ചെയ്തൊരു വാക്യമാണ്. പിന്നീട് എനിക്ക് മനസ്സിലായി, ബ്രദറൻസുമായിട്ട് ഞാൻ മൂവ് ചെയ്തപ്പോൾ ബ്രദറൻസിൻ്റെ തോട്ട് പ്രോസസ്സിൽ അവർക്ക് ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ രക്ഷ നഷ്ടപ്പെടുന്നില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് അവർ ശക്തമായിട്ട്. എന്താണ് പെന്തക്കോസ്തുകാരും ബ്രദറൻസും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഡിഫറൻസസ് നിങ്ങളുടെ മനസ്സിൽ കിടക്കണം. പെട്ടെന്ന് പറയാൻ പറ്റുന്ന ബ്രദറൻസ് അത് ഒരു ഇതില്ല. ഇവിടുത്തെ ഈ ചർച്ചിൽ കടന്നു വന്നിട്ട് ചിലർ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ബ്രദറൻ ചർച്ചാണോ പെന്തക്കോസ്ത് ചർച്ചാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആരും സ്തോത്രം പറയത്തില്ല, ഹല്ലേലൂയയും പറയത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി കിടപ്പുണ്ട്. അപ്പോൾ ബ്രദറൻ ചർച്ചിനെ കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായം എന്ന് പറയുന്നത്, ആത്മാവിൻ്റെ ഫലങ്ങൾ, അല്ലേ, ആത്മാവിൻ്റെ ആ എന്താ ഫലങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ആത്മാവിൻ്റെ പ്രകടമായ അല്ലേ, അതില്ല എന്നുള്ളതാണ് ബ്രദറൻസിനെ കുറിച്ച് കൂടുതലും പറയുന്നത്. പക്ഷെ അതിൻ്റെ തിയോളജിക്കൽ ലൈനിലേക്ക് നമ്മൾ നോക്കിയാൽ ബ്രദറൻസ് പറയുന്ന ഒരു കാര്യം, ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷ നഷ്ടപ്പെടത്തില്ല ബ്രദറെ. ഞാൻ പല ബ്രദറൻസിനോട് സംസാരിക്കുമ്പോൾ ഈ വാക്യം എടുക്കും. ഞാൻ ചോദിക്കും, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. നിങ്ങളും അതുപോലെ ചോദിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ സംസാരിച്ചിരിക്കുന്നത് വിശ്വാസികളോടാണ്. റോമ സഭയിലുള്ള വിശ്വാസികളോടാണ് സംസാരിച്ചിരിക്കുന്നത്, അവിശ്വാസികളോടല്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? റിന്യൂ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2:14 നമ്മൾ വായിക്കുന്നുണ്ട്, രക്ഷയ്ക്കായി നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിപ്പിൻ. ഈ രണ്ട് വാക്യത്തിൻ്റെയും കണക്ടിവിറ്റിയുടെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കാൻ പറയും, ചോദിക്കും. അവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. അതിനർത്ഥം എന്താണ്? രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ വരുമ്പോൾ രക്ഷ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മൾ ദൈവമക്കളായി തീർന്നു. അവർ ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഇതായിരിക്കാം. ദൈവമക്കളായി തീർന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പിന്നീട് വീണ്ടും പാപങ്ങളിലേക്കും ദൈവത്തിൻ്റെ സാക്രിഫിഷ്യൽ ആയിട്ടുള്ള ദൈവസ്നേഹത്തെ ഒക്കെ അത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിത രീതി പിന്തുടർന്നാൽ ദൈവമക്കളായതുകൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ എളുപ്പമുണ്ട്. സ്തോത്രം, അത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. തിരിച്ചു വരാൻ എളുപ്പമുണ്ട്. കാരണം എന്താണ്? അവർ മക്കളാണ്. അവിശ്വാസികളാണെങ്കിൽ പ്രശ്നമുണ്ട്, അവിശ്വാസികളാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ മക്കളായതുകൊണ്ട് എബ്രായർക്കെഴുതിയ ലേഖനം 4:14 നമ്മൾ വായിക്കുന്നത് പോലെ, തൽസമയത്തെ കൃപയ്ക്കായി കൃപാസനത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് മുട്ടുമടക്കി കർത്താവെ ക്ഷമിക്കണം, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ കർത്താവ് അപ്പം തന്നെ ക്ഷമിച്ച് തിരിച്ച് നമ്മുടെ ട്രാക്കിലേക്ക് ഇടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അതല്ല അവർ പറയുന്നത് രക്ഷ നഷ്ടപ്പെടുത്തില്ല, രക്ഷ നഷ്ടപ്പെടും. ഇതൊരു ലൈസൻസ് ഒന്നുമല്ല, ഇതൊരു വിസയല്ല.
ഈവൻ വിസയ്ക്ക് പോലും ഒരു കാലാവധിയുണ്ട്. ശരിയല്ലേ? പെർമനന്റ് വിസ അടിക്കുന്നത് വരെ വിസയ്ക്ക് പോലും ഒരു കാലാവധിയുണ്ട്. നമ്മളിത് ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, നമ്മളിത് ശ്രദ്ധിക്കണം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കേണ്ടതൊരാവശ്യമാണ്. സോ ഫോർ യുവർ ലവ് ടു പ്രൊസീഡ്, നിങ്ങളുടെ ദൈവസ്നേഹം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ആ ദൈവസ്നേഹം നിങ്ങളിൽ വർദ്ധിച്ച് അത് ദൈവത്തിൻ്റെ ഇമേജ്, അവൻ്റെ സാദൃശ്യത്തിലായി തീരണമെന്നുണ്ട് എങ്കിൽ, ഈ സ്നേഹം നിങ്ങളിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ഈ ദൈവവുമായിട്ട് ചേർന്നുകൊണ്ടിരിക്കണം എപ്പോഴും. ഞാൻ ഈ തീം, ഞാനും പാസ്റ്റർ മാത്യുവും ഒരർത്ഥത്തിൽ നമ്മൾ ഈ തീമുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതിൻ്റെയും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതത്തിലുള്ള പെർഫെക്ഷൻ അത് കടന്നു വരണം, പൂർണ്ണതയിലേക്ക് നമ്മൾ കടന്നു വരണം. വളരെ പ്രാധാന്യമുള്ള ആ ഒരു വിഷയമാണ് ഈ വിഷയം എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് മുന്നോട്ട് പോവാം. നമ്മുടെ പദ്ധതികൾ, നമ്മുടെ ഡ്രീംസ്, നമ്മുടെ സ്വപ്നങ്ങൾ, ഇതെല്ലാം തന്നെ ദൈവസന്നിധിയിൽ നമ്മൾക്ക് സറണ്ടർ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ, നമുക്ക് ചില സ്വപ്നങ്ങളുണ്ട് അല്ലേ? സ്വപ്നമില്ലാത്തവരാരൊക്കെ ഉണ്ട്? സ്വപ്നങ്ങളില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അതിൽ പറയാറുണ്ട്, ഞാൻ സ്വപ്നം കാണാറുണ്ട് പക്ഷെ ഞാൻ ഓർക്കാറില്ലെന്ന് പറയാറുണ്ട്. സ്വപ്നം കണ്ടിട്ട് ഓർക്കാത്തവർ എത്ര പേരുണ്ട്? മിക്കവാറും എല്ലാവരും അല്ലേ? ആരും കൈവക്കാൻ മടിക്കുന്നത്. സ്വപ്നം കണ്ടിട്ട് പലരും മറന്നു പോകുന്നവരുണ്ട്. ചിലർ സ്വപ്നം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഓർത്തിരിക്കുന്നവരുണ്ട്. ചിലർ സ്വപ്നം കണ്ടിട്ട് ചാടി എഴുന്നേറ്റ് ഓടുന്നവരുണ്ട്. പിന്നെ പലരുണ്ട്. ആ സ്വപ്നങ്ങളെ കുറിച്ചല്ല ഇത് പറയുന്നത്. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള ഡിസയറുകൾ, അംബീഷൻസ് സ്വപ്നങ്ങളായിട്ട് തീരുക. ഈ സ്വപ്നങ്ങളും തീരുമാനങ്ങളും ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ കീഴിൽ സറണ്ടർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. കാരണം എന്താണ്? യോഹന്നാൻ 10:10 എന്താ പറയുന്നത്? ഞാൻ കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനെ തരുവാനും, പിന്നീട് എന്താ പറയുന്നത്? അത് സമൃദ്ധിയായിട്ട് തരുവാനുമായിട്ടാണ്. അപ്പൊ ദൈവം, ഇതൊരു പ്രോമിസ് ആണല്ലേ ശരിക്കും പറഞ്ഞാൽ. ദൈവം ഒരു വലിയ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. ഞാൻ കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനെ തരുവാനും അത് സമൃദ്ധിയായിട്ട് തരുവാനുമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് നുണ പറയുന്നവനല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ സ്വപ്നം കാണണ്ട സമൃദ്ധിയിലേക്ക്. സ്വപ്നം കണ്ടോ കുഴപ്പമില്ല, പക്ഷെ ആ സ്വപ്നങ്ങളെപ്പോലും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം എന്താണ്? ദൈവം ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനെ തരുവാനും അത് സമൃദ്ധിയായിട്ട് തരുവാനുമായിട്ടാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ കീഴിൽ ആ സമൃദ്ധി ലഭിക്കുന്നതല്ലേ നല്ലത്? നമ്മൾ എന്തിനാണ് വെറുതെ ചിന്തിച്ച് ബേജാറായി സമൃദ്ധിക്ക് വേണ്ടിയിട്ട് പുറകെ നടക്കുന്നതിൻ്റെ കാരണം എന്താണ്? സങ്കീർത്തനം 23 അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ? നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്താ ചെയ്യുന്നത്? നമ്മളെ പിന്തുടരുന്ന പറഞ്ഞിരിക്കുന്നത്, ദൈവമക്കളെ പിന്തുടരുന്ന പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പ്രോമിസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവമക്കളെ പിന്തുടരും, നമ്മൾ അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. വലിയൊരു ഫോർമുലയാണ്. ജോഷുവയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തായിട്ടുള്ള ഒരു വലിയ പ്രോമിസ് ഉണ്ട്. ഇത് തന്നെയാണ് ആ പ്രോമിസ്. എന്താണ് ആ പ്രോമിസ്? നീ എൻ്റെ വചനം ദിനവും രാത്രിയിലും ധ്യാനിക്കുമെങ്കിൽ നിന്റെ വഴി എപ്പോഴും പ്രോസ്പെരിറ്റിയിലേക്ക് പോകും. പ്രോസ്പെറായിരിക്കും. പ്രോസ്പെരിറ്റി ഗോസ്പൽ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് പ്രോസ്പെരിറ്റി സുവിശേഷം, വേറൊന്നുമല്ല. പ്രോസ്പെരിറ്റി സുവിശേഷത്തിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ദൈവത്തിൻ്റെ വചനം ദിനവും രാത്രിയിലും ധ്യാനിച്ച് ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുന്നവനാണെങ്കിൽ നീ പ്രോസ്പർ ആകും. നിന്റെ വഴി പ്രോസ്പർ ആക്കും. നിന്റെ വഴിയിൽ നിനക്ക് യാതൊന്നും സംഭവിക്കാനില്ല. നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും ഞാൻ. നിനക്ക് വേണ്ടിയതൊക്കെ നിനക്ക് തരും. എല്ലാ കാര്യങ്ങളും നടക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് എ ഗ്രേറ്റസ്റ്റ് പ്രോസ്പെരിറ്റി ഗോസ്പൽ. ഇതുതന്നെയാണ് ഇവിടെയും കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സമൃദ്ധിയായിട്ട് തരുന്ന ആ കർത്താവിൻ്റെ മുൻപിൽ എൻ്റെയും നിങ്ങളുടെയും ഡിസയേഴ്സ് സമർപ്പിക്കാനായിട്ട് നമ്മൾ വില്ലിങ് ആണോ?
പ്രൈസ് ഗോഡ്. നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് ഒരുപാട് കൺസേൺ ഉണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് ഒരുപാട് ഇതുണ്ട്. ഞാൻ പറയാലോ, സി ലോട്ട് ഓഫ് തിങ്സ് ആർ ദെയർ. നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് ഒരുപാട് തീരുമാനങ്ങളുണ്ട്, ഒരുപാട് ചിന്തകളുണ്ട്. കൊച്ചുനാൾ മുതൽ ഓരോ സ്റ്റേജിൽ നമുക്ക് ചിന്തകളുണ്ട്. ചിന്തകൾ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ മക്കളുടെ മേലുള്ള നമ്മുടെ ഡിസയർ പോലും കർത്താവേ നിൻ്റെ ഹിതത്തിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് പറയാൻ കഴിഞ്ഞാൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഒരുമിച്ച് പറയാൻ കഴിഞ്ഞാൽ ദൈവം നടത്തിക്കോളൂ. അത് ദൈവത്തിൻ്റെ പ്രോമിസാണ്. സമൃദ്ധിയായിട്ട് നിങ്ങളെ ജീവിപ്പാൻ ഞാൻ മതിയായവനാണ്. ദൈവം അതാണ് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ പെട്ടെന്ന് എൻ്റെ പ്രസംഗം നിർത്താൻ പോവാണ്. ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ നിർത്തും. പ്രതി എപ്പോഴും പറയാറുണ്ട്, നിർത്തിയാൽ മതി, ഈ സമയം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. ശരിയാ, ചിലപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ അങ്ങ് തീരാറുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയുള്ള 10 മിനിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ ഈ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ പ്രാർത്ഥനയെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. യേശുക്രിസ്തുവുമായിട്ടുള്ള ധ്യാനം അല്ലെങ്കിൽ അവനുമായിട്ടുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. അവൻ്റെ ഈ കമാൻഡ്മെൻറ്റ്, നമ്മളിപ്പോൾ കേട്ടതായിട്ടുള്ള കമാൻഡ്മെൻറ്റ് ഏതാണ്? ആ കേട്ട കമാൻഡ്മെൻറ്റ് ലൂക്കോസ് സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ വായിച്ചതാണ്. 23 മുതൽ 25 വരെയുള്ള അവൻ്റെ കമാൻഡ്മെൻറ്റ്. ശ്രദ്ധിച്ചോണം, അത് അവൻ പറഞ്ഞതാണ്, വേറെ ആരും പറഞ്ഞതല്ല. യേശുക്രിസ്തു പറഞ്ഞായിട്ടുള്ള കാര്യമാണ്. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, ശ്രദ്ധിച്ചോ, അവിടെ കൂടി നിന്ന് എല്ലാവരോടും പറഞ്ഞത് എന്നുള്ള അർത്ഥത്തിൽ അത് ഞങ്ങൾക്കൊന്നും ബാധകമല്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, പിന്നീട് വരുന്ന എല്ലാ തലമുറകൾക്കും അത് ബാധകമാണ്. എന്ത് പറഞ്ഞു? എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഈ ഒരു കമാൻഡ്മെന്റ് നമുക്ക് ഏറ്റെടുക്കാം. എന്താ ഇതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ ഡിസയർ നമ്മളെക്കുറിച്ചുള്ളത് അങ്ങ് പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ വരുത്താൻ പോകുന്ന മാറ്റം ഒന്ന് എന്താണ്? ദൈവത്തിൻ്റെ ഈ ഒരു കൽപ്പന, ദൈവത്തിൻ്റെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ, ദൈവത്തിൻ്റെ ഈ ഒരു ആഗ്രഹം. കൽപ്പന എന്നും ഇൻസ്ട്രക്ഷൻ എന്നും പറയുമ്പോൾ നമ്മുടെ നെറ്റി ചുളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ദൈവത്തിൻ്റെ ഈ ഇഷ്ടം എന്ന് ഞാനങ്ങ് മാറ്റിയേക്കാം. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പൊ കർത്താവിൻ്റെ ഇഷ്ടത്തെ പ്രമാണിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയുടെ രീതി ഒന്നങ്ങ് മാറ്റാം. എത്ര പേര് മാറ്റും? സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേര് മാറ്റും? അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്തിട്ടെന്ന് പറഞ്ഞാട്ടെ, ഞാൻ മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞാട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. So what we are going to do, reflect God's desire. ദൈവത്തിൻ്റെ ആഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, അബൻഡന്റ് ലൈഫ്, ദൈവം പ്രോമിസ് ചെയ്തതായിട്ടുള്ള സമൃദ്ധിയുള്ള ജീവിതം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ഞാൻ സറണ്ടർ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ഒന്നാമത്തെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പ്രാർത്ഥനയാണ്. അതിനെല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ടഫാന്ന് തോന്നുന്നെങ്കിലും ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന ദൈവം എന്താ നമുക്ക് തന്ന അഷുറൻസ് എന്താണ്? എന്തിനാണ് കർത്താവ് പറഞ്ഞത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, ഞാൻ പോകുന്നത് നല്ലത്, നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ പിതാവിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഒരു വ്യക്തി കടന്നു വരും. അതാണ് പരിശുദ്ധാത്മാവ്. അവൻ വന്ന് നിങ്ങളെ ചില കാര്യങ്ങൾ ബോധിപ്പിച്ചു തരും, നിങ്ങളെ പഠിപ്പിച്ചു തരും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പോലും അവൻ നിങ്ങളെ അഡ്വൈസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങളെ ശീലിപ്പിച്ചെടുക്കും. അതാ കർത്താവ് പറഞ്ഞു. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്കിതൊരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ പ്രയാസമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അവൻ അയച്ചു തന്ന പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് നിന്റെ അബണ്ടന്റ് ലൈഫ് മതി. നീ എനിക്ക് വാഗ്ദാനം ചെയ്ത സമൃദ്ധിയുള്ള ജീവനെ മതി. എൻ്റെ ഡിസയറുകൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ കാര്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുകയാണ് കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒന്നാമത്തെ പ്രാർത്ഥന അതാണ്. ഓക്കെ, രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ്
എന്താണ് വാട്ട് യു നീഡ് ടു സറണ്ടർ ടു ദ ഫാദർ? എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിതാവിൻ്റെ അടുത്ത് നമ്മൾ സറണ്ടർ ചെയ്യുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡ്രീം, നമ്മുടെ ഐഡിയാസ്. നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ അഭീഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, നമ്മുടെ പൊസഷൻസ്, നമ്മുടെ ധനങ്ങൾ, നമ്മുടെ മാനങ്ങൾ. പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ അബണ്ടന്റ് ലൈഫ് കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ലഭിക്കാതിരിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചോണം കേട്ടോ. ഇത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് ഞാൻ ചെറിയൊരു പോർഷൻ എടുക്കുന്നുണ്ടെങ്കിലും ഇത് ഇച്ചിരി ആഴത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ദൈവം പ്രോമിസ് ചെയ്ത, ദൈവം വാഗ്ദാനം ചെയ്ത, കർത്താവ് വാഗ്ദാനം ചെയ്ത സമൃദ്ധിയുള്ള ജീവൻ നമ്മൾക്ക് തടസ്സപ്പെടുത്തി നിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ഡിസയർ ആണോ? ചിന്തിച്ചു നോക്കാം. നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആണോ? നമ്മുടെ ചിന്തകളാണോ? നമ്മുടെ ആശയങ്ങളാണോ? നമ്മുടെ സ്വത്തുക്കളാണോ? എന്താണ് ഈ അബണ്ടന്റ് ലൈഫ് എനിക്ക് തടസ്സം നിർത്തിയിരിക്കുന്നത്? എന്താണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ചിന്തിച്ചിട്ടാണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടത്. എനിക്ക് എങ്ങനെ യേശുവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും? ദൈവവചനം പറയുന്നുണ്ട്, ഒന്ന് യോഹന്നാനിലാണെന്ന് എനിക്ക് തോന്നുന്നത്, ദൈവവചനം പ്രമാണിച്ച് നടക്കുന്നവരുടെ മധ്യത്തിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഐ വിൽ റിവീൽ ടു those people, those who are committed to committed to follow, committed to do the things of the word of God which I have spoken. ഞാൻ പ്രസംഗിച്ചതും ഞാൻ മനസ്സിലാക്കി തന്നതും ഞാൻ പറഞ്ഞതുമായിട്ടുള്ള ദൈവവചനത്തെ പ്രമാണിച്ച് നടക്കുന്നവരുടെ മധ്യത്തിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. എന്നെ തന്നെ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദൈവഹിതം ഇതാണ് എന്ന് കാണിച്ചു തരും. അതല്ലേ അതിൻ്റെ അർത്ഥം? ചിന്തിച്ചു നോക്കിയാട്ടെ. ഐ റിവീൽ ടു യു എന്ന് യേശുക്രിസ്തു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ എന്നെ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ഹൃദയത്തെ തുറന്ന് കാണിച്ചു തരികയാണ്, എൻ്റെ മനസ്സിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ തുറന്ന് കാണിച്ചു തരിക എന്നല്ലേ എൻ്റെ അർത്ഥം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എന്താണ്? നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഹിതത്തെ ഞാൻ വെളിപ്പെടുത്തി തരും. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കണ്ടത് ഇതാണ്. എന്താണ് ഈ അബണ്ടന്റ് ലൈഫ് കർത്താവ് പ്രോമിസ് ചെയ്തത്? സമൃദ്ധിയായിട്ടുള്ള ജീവൻ എനിക്ക് കർത്താവ് പ്രോമിസ് ചെയ്ത് വാഗ്ദാനം ചെയ്തത് പ്രാപിച്ചെടുക്കുന്നതിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരുടെയും ലൈഫിൽ കടബാധ്യതകൾ, പലരുടെയും ലൈഫിൽ പണം ചിലർ കൊടുക്കാനുണ്ട്, പക്ഷേ അവർ കൊടുക്കാതെ ഇരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ, അൺഫോർഗീവ്നെസ്, ചില വ്യക്തി ജീവിതങ്ങളുമായിട്ടുള്ള ക്ഷമിക്കാൻ കഴിയാത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമൃദ്ധിയായിട്ടുള്ള ജീവനെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവഹിപ്പിക്കുന്നതിൽ തടസ്സം നിൽക്കുന്നുണ്ട്. നമ്മൾ ഏറ്റെടുക്കണം, നമ്മളത് കണ്ടുപിടിക്കണം, സറണ്ടർ ചെയ്യണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. സറണ്ടർ ചെയ്ത് മിണ്ടാടക്കണം. ഞാനൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലെ കടം കൊടുത്ത് അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം 2006 സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു പോയി. ഞാനിങ്ങനെ ഒരുപാട് നാൾ വിഷമിച്ചു. എന്നേക്കാൾ കൂടുതൽ പ്രീതിക്കും ഉണ്ടായിരുന്നു. കാരണം ഇതൊരു ടെൻഷനായി തീർന്നു. കുട്ടികളുടെ ലൈഫിൽ പോലും അത് ബാധിച്ചു. കൊച്ചുകുട്ടികളായിരുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം വീട്ടിൽ അതാവുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴും ടെൻഷൻ, എപ്പോഴും സംസാരിക്കുന്ന വിഷയം അതാവുമ്പോൾ കുട്ടികളുടെ ലൈഫിലും അത് കയറി വരും. ഇപ്പോഴും അതുകൊണ്ട് ചിലപ്പോൾ അതിൽ പറയും, ഗേറ്റിൽ ആരെങ്കിലും ഒരാൾ, പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് ഗേറ്റിൽ ഇങ്ങനെ തട്ടുകയോ അല്ലെങ്കിൽ കോളിംബെല്ലാം അമർത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിലപ്പോൾ പറയും, പൈസ മേടിക്കാൻ വന്നേക്കണം. ഇതൊരു ലൈഫിൻ്റെ ഒരു പ്രോസസ്സാണ് ഇത്. ഞാനിത് തമാശ പറയുന്നത്, നമ്മളൊരു ഫാമിലി ആയതുകൊണ്ട് നമുക്കിത് ഉറപ്പ് പറയാം.
ദിസ് ഈസ് സംതിങ് ഫ്രം എക്സ്പീരിയൻസ് ആണിത് വരുന്നത്, ഇങ്ങനെ വരുന്നത്. അപ്പം ആ കൊച്ചു മനസ്സിൽ അതങ്ങനെ കയറി കിടക്കുക. അതിപ്പോഴും പോയിട്ടില്ല. ഞാൻ പറയാം, അല്ലടാ അത് വേറെ എന്തെങ്കിലും വന്നായിരിക്കും. അതൊന്നുമല്ല, സംഭവം തന്നെയാണ്. അപ്പം ഞാനിതിങ്ങനെ ഒരുപാട് നാൾ വിഷമിച്ചെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത് സമർപ്പിച്ച് മിണ്ടാതിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അടച്ചു തീർത്തു, അതൊക്കെ ശരി. എങ്കിൽ തന്നെയും പിന്നീട് ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവം ചെയ്ത വലിയ പ്രവൃത്തികളുണ്ട് ഇതിനകത്ത്. എത്ര ലക്ഷങ്ങൾ എങ്ങനെ പോയിട്ടുണ്ടോ അത് ദൈവം തിരിച്ചു തരാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. 58 വയസ്സിൽ ഞാൻ റിട്ടയർ ആവേണ്ടതാണ്. ഞാൻ പ്രീതിയോട് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞുള്ളൂ, 58 വയസ്സിൽ റിട്ടയർ ആവണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം മെയ് 25 ഞാൻ റിട്ടയർ ആവണം. അപ്പോൾ മെയ് 25 മുതൽ കഴിഞ്ഞ വർഷത്തിൻ്റെ അത് മുതൽ ഇപ്പം ഇതുവരെ ഞാൻ 1 വർഷം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട പൈസയുടെ 4 ഇരട്ടി എനിക്ക് ദൈവം തിരിച്ചു തന്നു. മനസ്സിലായി? വഴികൾ ഏതാണെന്ന് നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ബോധർ ചെയ്തുകൊണ്ടിരിക്കാന്നേ ഉള്ളൂ. ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ചിന്തയ്ക്ക് യാതൊരു വിധത്തിലുമുള്ള റിസൾട്ട് ഉണ്ടാകത്തില്ല. നീളം വെച്ചുകൊണ്ടിരിക്കുമല്ലോ അല്ലേ? മത്തായി സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ പ്രയോജനം അല്ലേ? അപ്പം പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഇന്ന് സാമ്പത്തികമായിട്ടുള്ള ടെൻഷനുണ്ട്, കടം മേടിച്ചു, കടം തരുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ടേക്ക്, സറണ്ടർ ചെയ്യുക ദൈവസന്നിധിയിൽ. ദൈവത്തിൻ്റെ അബണ്ടന്റ് ലൈഫ് എൻ്റെ ജീവിതത്തിലേക്ക് പ്രവഹിക്കുന്നതിൽ ഇങ്ങനെയുള്ള വിഷയം സ്ട്രഗിൾ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് വിട്ടേക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം അതിനുള്ള വഴികൾ തക്ക സമയത്ത് തുറന്നു തരും. കുഞ്ഞുങ്ങളെ കുറിച്ച് ബോധർ ചെയ്യുന്നവരുണ്ട്. ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അവന് ദൈവത്തിൻ്റെ മകനാണെന്നുള്ള ബോധ്യത്തോടു കൂടി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഈ ലോകത്തിൽ അവൻ്റെ പിതാവായി മാതാവായി എന്നതുകൊണ്ട് നമ്മുടേതല്ല അവൻ, അത് ദൈവത്തിൻ്റെതാണ്. നമ്മളെ എന്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത്? അവനെ നല്ല രീതിയിൽ ഒരു ക്രിസ്തീയ ശുശ്രൂഷകനാക്കി അല്ലെങ്കിൽ ദൈവ പൈതലാക്കി ഈ ലോകത്തിൽ നിർത്തി അവനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മാനേജ് ചെയ്യാൻ നിർത്തിയിരിക്കുക. സ്റ്റുവാർഡ്ഷിപ്പാണ് നമുക്ക് ഉള്ളത്. ഈ ഒരു രീതിയിൽ ചിന്ത വന്ന് കഴിയുമ്പോൾ വ്യത്യാസമായിരിക്കും കാര്യങ്ങൾ. ഞാൻ ഇന്നലെ ജിനോയായിട്ട് സംസാരിച്ചപ്പോൾ ഈ വിഷയം ഞങ്ങളിങ്ങനെ സംസാരിക്കാൻ ഇടയായി. അപ്പം നമുക്കൊരു വീടുണ്ടെങ്കിൽ, നമുക്കൊരു കാറുണ്ടെങ്കിൽ, നമുക്ക് ഏതൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആർക്കിടെയാ? ദൈവത്തിൻ്റെ. ആ കൺസെപ്റ്റ് വരാൻ ഇച്ചിരി പാടാ. ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെയാന്ന് പറഞ്ഞു പോകും നമ്മൾ പെട്ടെന്ന്. ശരിയല്ലേ? മൊബൈല്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കേണ്ടത്, ഈ മൊബൈൽ ആരുടെയാ? മൊബൈൽ ആരുടെയാ? ദൈവത്തിൻ്റെയാ. ദൈവത്തിൻ്റെ ഒരു സാധനത്തിന്മേൽ കയറി എപ്പോഴും പടുതുകൊണ്ടിരിക്കുവോ? ആവശ്യമില്ല സാധനം കണ്ടുകൊണ്ടിരിക്കുമോ ദൈവത്തിൻ്റെ ആണെങ്കിൽ? ഇല്ല. അതാണ്. അപ്പം മൊബൈൽ ദൈവത്തിൻ്റെതായതുകൊണ്ട് അത് മാനേജ് ചെയ്യുന്നത് നമ്മളാണ്, ദൈവമക്കളാണ്. കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം. അപ്പം നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിളിലാണ് ജീവിതത്തെ ക്രമീകരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ അബണ്ടന്റ് ലൈഫിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകും. ആരെങ്കിലും ഒരു ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ദി ലോർഡ് പറയാമോ? പെന്തക്കോസ് ചർച്ചങ്ങാൻ ആയിരുന്നെങ്കിൽ ഇപ്പം ആൾക്കാർ എഴുന്നേറ്റ് അന്യഭാഷ പറഞ്ഞാനെ. ഇത് പെന്തക്കോസ് ചർച്ച തന്നെയാണോ? സംശയമൊന്നുമില്ല. പക്ഷേ വ്യത്യാസം അത്രയുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ട്, ശ്രവിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ സാരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രാർത്ഥനയിൽ നമ്മൾ മാറ്റം വരുത്താനായിട്ട് പോവുകയാണ്. 3-ാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 3-ാമത്തെ കാര്യത്തിൽ ഇന്ന് വി ആർ ചൂസിങ് എ ലൈഫ് ടു സാക്രിഫൈസ്. നമ്മൾ ദൈവത്തിന് വേണ്ടി ത്യാഗോജ്വലമായ ഒരു ജീവിതം നിവർത്തിക്കാനായിട്ട് ഒരു തീരുമാനം നമ്മൾ എടുക്കാൻ പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ തീരുമാനം. അത് നമ്മളായിട്ട് എടുത്താൽ നടക്കത്തില്ലല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമ്മൾ ആ തീരുമാനമെടുക്കാൻ പോവുകയാണ്. യേശുക്രിസ്തുവിനോട് പിതാവ് ചെയ്ത അതേ സ്നേഹവും ബന്ധവും അവൻ്റെ ആത്മാവിനെ കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ള ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മൾ നിൽക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ മതിയായവനാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2
5 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് എത്രത്തോളം സക്രിഫിഷ്യലായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുവോ അതേ തീരുമാനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളും എടുക്കാനായിട്ട് കർത്താവ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. ഈ ഒരു അർത്ഥത്തിൽ ആ വാക്യത്തെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്കൊന്ന് കാണാം. ഫിലിപ്പിയർ 2:5-8 ഇത് തീരുവാണ്, ഈ പ്രസംഗം തീരുവാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഒരു ചോയ്സ് ആണ്. കർത്താവിന്റെ മുൻപിൽ ഉണ്ടായിരുന്ന ചോയ്സ് എന്ന് പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഹിതം നിവർത്തിക്കുക എന്ന് പറഞ്ഞ ഒരു ചോയ്സേ ഉള്ളൂ, അല്ലേ പ്രേം? വേറൊരു ചോയ്സ് ഇല്ല, വേറെ ഓപ്ഷൻസ് ഇല്ല അവന്. അപ്പൊ നമ്മുടെ മുൻപിലുമുള്ള ചോയ്സ് ഈ ഒരു ചോയ്സേ ഉള്ളൂ. ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, ശ്രദ്ധിച്ചോണം ഇനി ഈ വാക്യങ്ങൾ ഓരോന്നും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ, സെൽഫ് ഡിനയൽ. ആലോചിച്ച് നോക്കണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് ഈ വാക്യം നമ്മളോട് ഇൻസ്ട്രക്ട് ചെയ്യാൻ പറയുമ്പോൾ, നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന കർത്താവ് ഇത് പ്രവർത്തിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. മനസ്സിലായോ? ഇത് കർത്താവ് നിവർത്തിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ നിവർത്തിക്കാൻ തീരുമാനമെടുത്ത് നിവർത്തിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് കർത്താവ് ഈ വാക്യം പറഞ്ഞത് പരിശുദ്ധാത്മാവിലൂടെ. ഇത് കർത്താവ് പറഞ്ഞതല്ല, ഇത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതാണ് പരിശുദ്ധാത്മാവിലൂടെ. കർത്താവ് നിവർത്തിച്ചു. എന്താണ് നിവർത്തിച്ചത്? ഒരിക്കലും ദൈവസ്വരൂപം എടുക്കുവാൻ അവൻ തയ്യാറായില്ല. നമ്മളാരാണ്? നമ്മളെ ദൈവം വിളിച്ചു, ദൈവമക്കളാക്കി തീർത്തു. നമ്മളും ഈ ദാസരൂപം എടുത്ത്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി, താഴെ ഇറങ്ങി പ്രവർത്തിക്കുന്നവരായി, ദൈവത്തിൻ്റെ അഭിഷേകത്തെ പ്രാപിച്ച് ദൈവ വേല ചെയ്യുന്നവരായി, ഈ ലോകത്തിൻ്റെ നാറിയ നാറ്റം പിടിച്ച ഈ ദുർഗന്ധം വമിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു ചെന്ന് ദുർഗന്ധം ഏറ്റെടുത്ത് ചെളി പുരണ്ട് കാലും കൈയും ഒക്കെ ചെളിയിലായി തീരുന്ന അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടുന്നവരാണ് നമ്മൾ. ഇതാ ചോയ്സ്, ഇതാ നമ്മുടെ തെരഞ്ഞെടുപ്പ്. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് പണ്ട് കാലങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ട് എല്ലാം നിൽക്കുന്നുണ്ട്. എന്തിനാ രക്ഷിക്കപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ എന്നാൽ മാത്രമേ അമേരിക്കയിലുള്ള നേഴ്സിനെ കല്യാണം കഴിച്ച് അമേരിക്കയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ. എന്തിനു പറയുന്നു? ഈ ചർച്ചിൽ ഒരു സഹോദരൻ വന്നിട്ടുണ്ട്. ഞാൻ ആ പയ്യനോട് ചോദിച്ചു, എടാ മോനെ, നീ എന്താ നിൻ്റെ പ്ലാൻ എന്താ? രക്ഷിക്കപ്പെട്ടു, സന്തോഷമൊക്കെയാണ്. അത് പാസ്റ്റർ, എനിക്ക് അമേരിക്കയിൽ പോകണം. ഓ ഓക്കെ, കൊള്ളാം. അതാണ് അനുഗ്രഹത്തിൻ്റെ ഏറ്റവും എൻഡ്, അമേരിക്കയാണ്. അതിന് പോകാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയോ? എന്തെങ്കിലുമൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങും? അത് പഠിക്കാനൊന്നുമില്ല പാസ്റ്റർ, അത് ഞങ്ങൾ പ്രപ്പോസലൊക്കെ നോക്കുന്നുണ്ട്. പ്രപ്പോസൽ നോക്കുന്നുണ്ടോ? പ്രപ്പോസലൊക്കെ നോക്കിയിട്ട് അതിനകത്ത് അമേരിക്കയിലുള്ളൊരു നേഴ്സിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ട് പോകാനായിട്ട്. ഇതാണ് ഒരു തോട്ട് പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലരുടെയും ഇവിടെയുള്ള പോകുന്ന പോക്ക് ഇതാണ്. ഇതല്ല ഇവിടെ സംഭവം. ഇവിടുത്തെ സംഭവം ദൈവസ്വരൂപത്തിലിരിക്കെ മനുഷ്യരൂപമെടുത്ത് ദാസനായിട്ട് പ്രവർത്തിച്ചവനാണ് കർത്താവ്. മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ വളരെ വ്യക്തമായിട്ട്, ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്തിനാണ്? എന്നെ ശുശ്രൂഷിക്കാനല്ല, ഞാൻ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് എൻ്റെ ജോലി. പ്രിയമുള്ളവരെ, എൻ്റെ ചോയ്സ്, നമ്മുടെ ഇന്നത്തെ ചോയ്സ് ഇതാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത്. വീണ്ടും 8, മനുഷ്യ സാദൃശ്യത്തിലായിട്ട് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. ഇതിൻ്റെ അർത്ഥം നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്കറിയാം. എങ്കിലും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട്, ഇപ്പോൾ നമ്മൾ സംസാരിച്ച കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ കർത്താവ് പ്രോമിസ് ചെയ്തതായിട്ടുള്ള
ജീവന്റെ സമൃദ്ധിയായിട്ടുള്ള ജീവനെ പ്രാപിക്കാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ ചോയ്സിൽ വന്ന, നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ വന്ന ഒരു മാറ്റമല്ലേ എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. നമ്മളെക്കുറിച്ച് ദൈവം ആലോചിക്കുന്ന ഇത്തരത്തിലുള്ളൊരു മാറ്റമാണ്. ഇതാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിച്ചായിട്ടുള്ള കാര്യം. ഇത്തരത്തിലുള്ളൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയണം. വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യങ്ങളാണ്. പക്ഷെ എങ്കിലും ദൈവം നമ്മളെ അതിനുവേണ്ടി സഹായിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നമുക്ക് താഴ്ത്താം. കർത്താവേ, ഇന്ന് ഈ രാവിലെ സമയം ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തോട് അങ്ങ് സംസാരിക്കുകയാണ്. ഞങ്ങളെ കരുതുകയും കാക്കുകയും ചെയ്യുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ കരുതലാണ് ഞങ്ങളെ വഴി നടത്തുന്നത്. എങ്കിലും പലപ്പോഴും ഞങ്ങൾ ഫെയിലർ ആകുന്നുണ്ട്, ഞങ്ങൾ തോൽവിയിലേക്ക് പോകുന്നുണ്ട്. ആ തോൽവിയിലേക്ക് പോകുന്ന സിറ്റുവേഷൻസിൽ ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഇന്ന് പകൽക്കാലം ആ ദൈവിക കൃപ പ്രാപിക്കുവാനും ആ ദൈവസ്നേഹത്തിൽ നിൽപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിച്ചാട്ടെ. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രിയമുള്ളവർ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ധ്യാനിക്കണം. അഭൂതപൂർവമായിട്ടുള്ള മാറ്റം ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ വരണം. സ്തോത്രം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വചനത്തിന് മുൻപിൽ ഇരുന്നാൽ തീർച്ചയായിട്ടും ആ മാറ്റം വരും. ചിന്തകളെ, ആശയങ്ങളെ, ആഗ്രഹങ്ങളെ എല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിൽ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ദൈവസന്നിധിയിൽ നമ്മളെ താഴ്ത്താം. ആനവിടെ പോയി. പ്രൈസ് ജീസസ്. താങ്ക് യു ഫാദർ. താങ്ക് യു ലോർഡ്. ഒരു നിമിഷം നിങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ടെ. ഈ കഴിഞ്ഞ നാളുകളിലൂടെ നിങ്ങൾ കടന്നു പോയ വഴികളെല്ലാം ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മുടെ സമൃദ്ധിയായിട്ടുള്ള ക്രിസ്തുവിലുള്ള ആ ജീവൻ പ്രാപിക്കുന്നതിൽ നമുക്ക് എവിടെയോ തടസ്സം വന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടോ? നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏത് പ്രകാരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കാൻ ഒരവസരം. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്.